സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കമായി. കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന തലസ്ഥാന നഗരം. കവടിയാർ മുതൽ അട്ടക്കുളങ്ങര വരെയുണ്ട് ദീപാലങ്കാരം. തലസ്ഥാനത്തു മാത്രം 35 വേദികളിലായി 340-ലേറെ കലാപരിപാടികളാണ് ആഗസ്റ്റ് 30 വരെ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് തുടക്കമായി. കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അപൂർവമായ ഒരു അവസരമാണ്. ഈ ഓണത്തിൻ്റെ അനുഭവങ്ങൾ ഇനി വരാനുള്ള കാലത്തേക്ക് കൂടി തുടരണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നമുക്ക് നമ്മുടേതായ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളെ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയണം. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. എനിക്ക് തോന്നുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക്, മന്ത്രിമാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാർക്കുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ആ മാവേലിയുമായിട്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ അന്ന് അദ്ദേഹം എങ്ങനെയാണ് ഭരിച്ചിരുന്നത്, അന്ന് കേരളം എന്തായിരുന്നു, സുന്ദരവും സുരഭിലവും സമത്വവും സമൃദ്ധിയും നിലനിന്നിരുന്ന ഒരു കേരളം, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ മാറി വരുന്ന സർക്കാരുകൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൊണ്ടാടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആഘോഷങ്ങൾക്കപ്പുറമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു നല്ല ഭരണാധികാരി കാലങ്ങൾക്ക് അതീതമായി എന്നും ഓർമ്മിക്കപ്പെടും, അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാബലി ആഘോഷിക്കുന്ന ഓണം. ടൂറിസം മന്ത്രി പി.സി. വിഷ്ണുനാഥ് അടക്കമുള്ള മന്ത്രിമാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നടി ശോഭനയുടെ നൃത്തത്തോടെ കലാപരിപാടികൾക്കും തുടക്കമായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിലും നൂറുകണക്കിന് വേദികൾ സജ്ജമാക്കിയിട്ടുണ്ട്. തലസ്ഥാനത്ത് മാത്രമായി 3000-ഓളം കലാകാരന്മാരും സംസ്ഥാനത്താകെ 8000-ലേറെ കലാകാരന്മാരും പരിപാടിയിൽ പങ്കാളികളാകും എന്നാണ് സർക്കാർ പറയുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.